को, लोकसभा को एक आवाज की जरूरत है। ഈ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ശക്തമായ ശബ്ദമുയരേണ്ട ഒരു സന്ദർഭമാണ്. आजादी के बाद से अब तक 70 साल में देश अपने दौर के सबसे खराब दौर से गुजर रहा है। ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെ നീങ്ങുന്ന ഒരു സന്ദർഭമാണിത്. आजादी के सिर्फ 70 साल के बाद देश में एक सवाल खड़ा हो गया है। ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. और सवाल ये है कि ये देश हिंदू, मुसलमान, सिख, ईसाई, पारसी, जैन, ब्राह्मण का एक साथ एक देश होगा या ये देश अब एक हिंदू राष्ट्र बनेगा। ഈ ചോദ്യം ഇതാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ഈ 70 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും മതമുള്ളവനും ഇല്ലാത്തവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സുന്ദരമായ ഇന്ത്യ ആവണോ, അതല്ല സംഘപരിവാര ഭീകരതയുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറണോ എന്നതാണ് നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം. ये देश इसलिए आजाद हुआ था कि हम सब मिलकर इस देश के गुलदस्ते का फूल बनेंगे और इसकी महक से सारा जहान महकेगा। ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള പൂക്കളുള്ള ഒരു സുന്ദരമായ പൂത്തോട്ടമായി നമ്മുടെ ഇന്ത്യ രാജ്യം ലോകത്തിന് മുന്നിൽ വിരിഞ്ഞു നിൽക്കണമെന്നാണ്. लेकिन इस देश के एक फासीवादी तंजीम आरएसएस ने कभी इस विविधता की एकता, इस डाइवर्सिटी इन यूनिटी को कभी कबूल नहीं किया। പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും ഭീകര സംഘടനയായ RSS ഒരിക്കലും ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ഈ വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടില്ല. वो 100 साल से ये चाहते हैं कि ये देश हिंदू राष्ट्र बन जाए। 100 വർഷമായി സംഘപരിവാരം ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി മാറണമെന്നാണ്. 100 साल से वो इसके लिए मुस्तकिल कोशिश और जद्दोजहद में लगे हुए हैं। ഈ 100 വർഷക്കാലമായി അവർ നിരന്തരമായ കഠിന പരിശ്രമത്തിലാണ് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിന്. और आज 2014 से उसी आइडियोलॉजी की सरकार इस देश में चल रही है। ഈ 2014 ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം ഇതേ ആദർശത്തിന്റെ ഇതേ പുത്രശാസ്ത്രത്തിന്റെ മേലാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. सवाल ये पैदा होता है कि हमने तो कभी भी आरएसएस की इस आइडियोलॉजी को कबूल नहीं किया। പക്ഷേ ഇവിടെ ചോദ്യമുയരുന്നത് ഇന്ത്യ രാജ്യം ഒരിക്കലും സംഘപരിവാരത്തിന്റെ ഈ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ടില്ല. हमने तो कभी न जनसंघ को भी वोट नहीं किया, भाजपा को भी वोट नहीं किया। നമ്മൾ ഒരിക്കലും ജനസംഘത്തിനോ അല്ലെങ്കിൽ ബിജെപിക്കോ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. इस देश की सेकुलर सियासी जमातों ने हमसे हमेशा कहा कि बीजेपी को हराना है तो हम सेकुलर लोगों को वोट दो। ഈ രാജ്യത്തിലെ മതേതര സംഘടനകൾ നമ്മളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് സംഘപരിവാരത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഈ രാജ്യത്തിലെ സെക്കുലർ വിഭാഗമായ മതേതര വിഭാഗമായ ഞങ്ങളെ പിന്തുണക്കണമെന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത്. और हमने हमेशा उनकी बात को माना और उन्हीं को वोट दिया। നമ്മൾ അവരുടെ സന്ദേശം, നമ്മുടെ ആ വാക്യം നമ്മൾ അംഗീകരിച്ചു. നമ്മൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. 60 साल कांग्रेस इस देश पे राज करती रही, इसलिए कि हम आरएसएस को हराने के लिए कांग्रेस को अपना मसीहा समझकर उसे अपना वोट देते रहे। നാം കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷകരെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തത്. कांग्रेस ने इमरजेंसी लगाई, लोग नाराज हुए, जनता पार्टी सामने सेकुलरिज्म के नाम पे आके खड़ी हुई। ഇന്ത്യ രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിച്ചപ്പോൾ, കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ജനതാ പാർട്ടി അത് ആ മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് നമുക്ക് മുന്നിൽ അവതരിക്കുകയുണ്ടായി. जनता पार्टी सेकुलरिज्म के नाम पे खड़ी हुई, हमने उसको वोट करके उसको भी सत्ता में पहुंचाया। ജനതാ പാർട്ടി മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് മുന്നിൽ വന്നപ്പോ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അവർക്ക് വോട്ട് നൽകി അവരെ അധികാരത്തിലേറ്റി. फिर जब जनता पार्टी टूटी तो दसियों उसके छोटे छोटे टुकड़े बन के देश में बिखरे। പിന്നീട് ജനതാ പാർട്ടി അത് ഭിന്നിച്ച് അത് വിഭജിച്ച് പല പല കഷ്ണങ്ങളായി മാറി ഇന്ത്യ രാജ്യത്ത്. उन्होंने भी सेकुलरिज्म का दावा किया, അവരും പറഞ്ഞത് മതേതരത്വത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. और हमने उनके दावे के मुताबिक उनको भी वोट दिया। നമ്മൾ അവരുടെ ഈ വാഗ്ദത്തത്തിന്റെ പിറകിൽ അവർക്ക് വേണ്ടിയും നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. फिर आज देश में जो जनता दल है,
जो बीजू जनता दल है, जो आरजेडी है, जो समाजवादी पार्टी है, बीएसपी है, डीएमके है, एआईडीएमके है, केरल कांग्रेस है, ये सारे के सारे दल सेकुलरिज्म के नाम पे खड़े हुए और हमारे वोटों से इक़्तिदार तक पहुंचे। ഇന്ത്യ രാജ്യത്ത് ഇന്ന് വ്യത്യസ്തമായ പേരുകളിൽ അത് ജനതാദളാവട്ടെ, കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, CPM ആവട്ടെ, അല്ലെങ്കിൽ ബിജു ജനതാളാവട്ടെ, അല്ലെങ്കിൽ മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ BSPയോ ഏതുമാവട്ടെ, അവരൊക്കെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് നമ്മളിൽ നിന്ന് വോട്ട് വാങ്ങുകയായിരുന്നു. इसलिए मैं पूरे दावे और यकीन से कहता हूं कि अकेले इस देश में हम खड़े हैं जिन्होंने सेकुलरिज्म पे एक दिन के लिए भी कोई कंप्रोमाइज नहीं किया। അതുകൊണ്ട് തന്നെ നമുക്ക് ഉറച്ചു പറയാൻ കഴിയും, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിനും കാവൽ നിൽക്കുവാൻ നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന്. तो फिर ये सवाल पैदा होता है कि जब इतने सारे सेकुलर दल मौजूद हैं, सेकुलर पार्टियां मौजूद हैं और उनको हमारी हिमायत हासिल है, तो फिर ये फासिस्ट आरएसएस और बीजेपी सत्ता में कैसे आई? ये सवाल हमसे नहीं, इन सेकुलर पार्टियों से आपको पूछना चाहिए कि आरएसएस और बीजेपी आज इक़्तिदार में कैसे पहुंचे। അതായത് ഇത്രയേറെ മതേതര ജനാധിപത്യ കക്ഷികൾ ഉണ്ടായിരുന്നിട്ടും, ഇത്രയേറെ നൂറുകണക്കിന് മതേതരത്വം അവകാശപ്പെടുന്ന പാർട്ടികൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഈ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾ എങ്ങനെ കയറിക്കൂടി എന്നത് നമ്മൾ അവരോട് ചോദിക്കണം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എങ്ങനെയാണ് സംഘപരിവാരം അധികാരത്തിലേറിയത് എന്ന്. आजादी से पहले वो टू नेशन थ्योरी जिसे हमने रिजेक्ट किया था, आज वो टू नेशन थ्योरी इस दुनिया, इस मुल्क में, भारत में फिर से जिंदा होके हम सबके सामने खड़ी है। ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപ് രണ്ട് ദേശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ RSSകാർ അത് അന്ന് നമ്മൾ അംഗീകരിച്ചില്ല. പക്ഷെ ഇപ്പോ വീണ്ടും അവര് രണ്ട് രാജ്യം അല്ലെങ്കിൽ രണ്ട് ദേശം എന്ന ചിന്താഗതിയുമായി, വിഭജനത്തിന്റെ മുദ്രാവാക്യവുമായി സംഘപരിവാരം കടന്നു വരികയാണ്. ये वही टू नेशन थ्योरी है जो 1925 में सावरकर ने दी थी और हेडगवार ने दी थी। ഈ വിഭജനത്തിന്റെ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് 1925 സവർക്കറാണ്, സംഘപരിവാരത്തിന്റെ സ്ഥാപക നേതാക്കന്മാരാണ്. और ये वही टू नेशन थ्योरी है जिसने 1947 में कांग्रेस की मदद से इस देश के दो टुकड़े करवाए। ഇവർ തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന് 1947 ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യ രാജ്യത്തിന് രണ്ട് കഷ്ണമാക്കി മുറിച്ചു മാറ്റിയത്. आज आरएसएस उसी टू नेशन थ्योरी के साथ खड़े होकर इस मुल्क को चला रही है। ഇത് ഇന്ന് ആ സംഘപരിവാര ശക്തികൾ ഇന്ന് രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. और इस मुल्क को एक बार फिर बीजेपी तोड़ना चाहती है, धर्म के नाम पर, मजहब के नाम पर। വീണ്ടും ഈ രാജ്യത്തെ സംഘപരിവാരവും BJPയും വിഭജിക്കുകയാണ്. അത് മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. लेकिन हमने ये चैलेंज दिया है आरएसएस को कि अंग्रेजों से देश को आजाद कराने के लिए इस टू नेशन थ्योरी को रिजेक्ट करके कुर्बानियां देने का काम आजादी से पहले भी हमने किया था और आज फिर इस देश को मुत्तहिद रखने, एक रखने, तरक्की करने, आगे बढ़ाने के लिए उस टू नेशन थ्योरी को रिजेक्ट करके आरएसएस को इस देश से भगाने का काम एसडीपीआई करेगी। ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപും ഈ വിഭജനത്തിന്റെ വാദമുയർത്തിയ സംഘപരിവാരത്തോട് സന്ധിയില്ലാതെ സമരം ചെയ്തവരാണ് നമ്മൾ. ഈ ഇന്ന് അധികാരത്തിലിരുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സംഘപരിവാര ശക്തികളോട് ഈ രണ്ട് നേഷൻ എന്ന, രണ്ട് രാജ്യം എന്ന പ്രത്യയശാസ്ത്രം, രണ്ട് സമൂഹം, ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഹിന്ദുവല്ലാത്ത സമൂഹം എന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് എതിരെ നിൽക്കാൻ ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി ഒരു ചരടിൽ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 1000 साल से ये देश मुख्तलिफ धर्म वालों का, मुख्तलिफ जबान वालों का, मुख्तलिफ कल्चर वालों का, मुख्तलिफ रीजन वालों का देश रहा है। कश्मीर की सभ्यता अलग है, केरल की सभ्यता अलग है, उनकी जबान अलग है, केरल की जबान अलग है, दिल्ली की जबान अलग है, कर्नाटक की जबान अलग है, असम की जबान अलग है, बंगाल की जबान अलग है, लेकिन सब कुछ अलग होते हुए भी भारत एक था, एक है और हम उसे एक रखेंगे।
ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്തമായ മതങ്ങളും സംസ്കാരങ്ങളുമുണ്ട്, വ്യത്യസ്തമായ ഭാഷകളുണ്ട്. കേരളത്തിന്റെ ഭാഷയും കാശ്മീരിന്റെ ഭാഷയും വേറെയാണ്, ആസാമിന്റെയും ബംഗാളിന്റെയും ഭാഷകൾ വേഷഭൂഷാദികൾ വേറെയാണ്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും കർണാടകയുടെയും എന്നല്ല, ഇന്ത്യ രാജ്യത്തിലെ ഓരോ മുക്കിലും മൂലയും വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഭാഷകളും വർണ്ണങ്ങളും ഉണ്ടായിരിക്കെ തന്നെ നാം ഒരൊറ്റ രാജ്യമായിരുന്നു, ഒരു ജനതയായിരുന്നു നമ്മൾ. हिंदू राष्ट्र के नजरिए को हमने पहले भी रिजेक्ट किया था, हम आज भी रिजेक्ट करते हैं. ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം ഉയർത്തുന്ന മുദ്രാവാക്യമാണ് ഹിന്ദു രാഷ്ട്രം എന്നത്. ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദുക്കളുടെ ഹിന്ദുത്വ രാഷ്ട്രം എന്ന സ്വപ്നമാണ് സംഘപരിവാരം ഉയർത്തുന്നത്. അതിന് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. सवाल ये है कि जब से ये सरकार पावर में आई है तब से देश की तमाम सेकुलर पार्टियां इस सरकार के आगे सजदा किए हुए पड़ी हैं. പക്ഷെ ആശ്ചര്യമെന്ന് പറയട്ടെ, ഈ സംഘപരിവാര ഭരണകൂടം ഭീകര സത്വം ഇന്ത്യ രാജ്യത്തിന് അധികാരം പിടിച്ചടക്കിയപ്പോൾ രാജ്യത്തിലെ മതേതര കക്ഷികൾ മുഴുവൻ ഈ സംഘപരിവാര ഭീകരതയ്ക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നതാണ്, തലകുനിക്കുന്നതാണ്, അവർക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. खुद को सेकुलर कहने वाली तमाम सियासी जमातों के नकाब उतर के सब आरएसएस के सामने नंगे होके देश के सामने आ चुके हैं. ഇന്ന് സെക്യുലറിസത്തിന്റെ മതേതരത്വത്തിന്റെ പർദ്ദയണിഞ്ഞ് നമുക്ക് മുന്നിൽ അടിഞ്ഞ ആളുകൾ മുഴുവനും ഇന്ന് ആർഎസ്എസിന് മുന്നിൽ നഗ്നരായിക്കൊണ്ട് ഞങ്ങൾ അവരുടെ അടിമകളും സേവകരുമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. आज जो यहाँ यूडीएफ है, यहाँ जो एलडीएफ है, ये दोनों के दोनों भी आज बदकिस्मती से अफसोस की बात है कि आरएसएस के साथ पर्दे के पीछे खड़े. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എൽഡിഎഫും യുഡിഎഫും ഇവർ രണ്ടുപേരും ഇന്ന് സംഘപരിവാരത്തിനോട് മറക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. वरना क्या वजह है कि आज भी राज्यसभा में एनडीए की बीजेपी की नरेंद्र मोदी की सरकार माइनॉरिटी में है और कोई बिल राज्यसभा में नरेंद्र मोदी की सरकार पास नहीं करा सकती, इसलिए कि यूडीएफ और एलडीएफ की मेजॉरिटी है राज्यसभा में. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്തുകൊണ്ടാണത് പറയുന്നത്, ഇവരെ സഹായിക്കുന്നു എന്ന്. ഇന്നും ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യസഭയിൽ, ലോകസഭയിൽ ആർഎസ്എസിനും സംഘപരിവാരത്തിനും ഭൂരിപക്ഷമുണ്ട്. പക്ഷേ രാജ്യസഭയിൽ ഭൂരിപക്ഷമുള്ളത് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിനുമാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പിന്നെ വലതുപക്ഷത്തിന് യുഡിഎഫിനും സിപിഎം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിനുമാണ് ഈ രാജ്യത്തെ രാജ്യസഭയിൽ ഭൂരിപക്ഷമുള്ളത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് രാജ്യവിരുദ്ധമായ ജനവിരുദ്ധമായ നിയമങ്ങൾ ഈ പാർലമെന്റും രാജ്യസഭയും പാസാക്കിക്കൊണ്ടിരിക്കുന്നത്? अगर यूडीएफ और एलडीएफ चाहते तो इस मुल्क में ट्रिपल तलाक का बिल बीजेपी कभी पास नहीं करवा सकती थी. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ മുത്തലാഖ് ബില്ല് ഒരു നിലക്കും ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യസഭയിൽ പാസ്സാകുമായിരുന്നില്ല. अगर यूडीएफ और एलडीएफ चाहते तो सीएए का बिल पार्लियामेंट में बीजेपी एक कभी भी पास नहीं करा सकती थी. ഇന്ത്യ രാജ്യത്തിന് അരക്ഷിതാവസ്ഥയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇരിക്കുന്ന സിഎഎ എന്ന് പറയുന്ന ഈ കരിനിയമം യുഡിഎഫും എൽഡിഎഫും വിചാരിച്ചിരുന്നുവെങ്കിൽ രാജ്യസഭയിൽ അതിനെ തകർക്കുവാനും അതിനെ തള്ളിക്കളയുവാനും അതിനെ പരാജയപ്പെടുത്തുവാനും സാധിക്കുമായിരുന്നു. तो मैं आपसे कहना चाहता हूं और आपसे अपील करता हूं कि इन यूडीएफ वालों से, इन एलडीएफ वालों से पूछिए, सवाल कीजिए इनसे कि कैसे सीएए का बिल पास हुआ, कैसे ट्रिपल तलाक का बिल पास हुआ, कैसे कश्मीर का बिल पास हुआ, कैसे यूएपीए का बिल पास हुआ, कैसे ये देश हिंदू राष्ट्र के रास्ते पर आगे बढ़ा. अगर तुमने आरएसएस की हिमायत नहीं की थी तो देश के खिलाफ, लोगों के खिलाफ, आवाम के खिलाफ ये बिल पार्लियामेंट ने कैसे पास किए? पूछिए इन लोगों से जो आज आपके वोट के दावेदार बनना चाहते. ഇവർ വോട്ട് ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ വരുമ്പോ യുഡിഎഫുകാരോടും എൽഡിഎഫുകാരോടും നിങ്ങൾ ചോദിക്കേണ്ടത്, രാജ്യസഭയിൽ ലോകസഭയിൽ പാസാക്കുന്ന രാജ്യവിരുദ്ധമായ ജനവിരുദ്ധമായ നിയമങ്ങളും ബില്ലുകളും അതിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടായിരിക്കെ എങ്ങനെയാണ് മുത്തലാഖിന്റെ ബില്ല്, കാശ്മീരിനെതിരായ ബില്ല്, എങ്ങനെയാണ് സിഎഎക്കെതിരായ ബില്ല്, ഈ യുഎപിഎക്കെതിരായ ബില്ലുകൾ എങ്ങനെയാണ് രാജ്യസഭയിൽ പാസ്സായത്? അവർ അനുവദിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മൗനാനുവാദത്തോടു കൂടിയല്ലാതെ, അവരുടെ കൂടി വോട്ട് കൂടിയല്ലാതെ
ഇന്ത്യ രാജ്യത്ത് ഈ നിയമം പാസാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം കുറവാണ്. അവിടെ മതേതര കക്ഷികൾ എന്ന് അവകാശപ്പെടുന്നവർക്കാണ് ഭൂരിപക്ഷമുള്ളത്. तो बस ये साबित होता है कि इस देश में वो लोग जो खुद को सेकुलर कहते हैं और आपका वोट मांगना चाहते हैं, वो सत्ता के भिखारी हैं, आपको धोखा दे रहे हैं, आपसे झूठ बोल के आपका वोट लेके सिर्फ सत्ता में इख्तिदार में बैठे रहना चाहते हैं. അതുകൊണ്ട് തന്നെ മതേതരത്വത്തിന്റെ കുപ്പായം അണിഞ്ഞിട്ടുള്ള ഈ ആളുകളൊക്കെ നിങ്ങളുടെ വോട്ട് തേടി നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങളുടെ വോട്ട് വാങ്ങി നിങ്ങളുടെ സമ്മതിദാനാവകാശം വാങ്ങി അധികാര കസേരയിൽ അള്ളിപ്പിടിച്ച് സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ നിങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നത്, അല്ലാതെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയല്ല. आज राज्यसभा की 245 कुल सीटों में से एनडीए के पास सिर्फ 119 सीटें हैं और भाजपा के पास सिर्फ 95 सीटें हैं, जबकि एलडीएफ के और यूडीएफ के और अपोजिशन के पास 126 सीट्स हैं. ഈ 247 സീറ്റുള്ളതിൽ 119 സീറ്റ് മാത്രമാണ് ഈ BJP സഖ്യമുന്നണിക്കുള്ളത്. ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും ഇവിടുത്തെ മതേതര കക്ഷികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കൈകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം രാജ്യസഭയിൽ ഈ പറയുന്ന മതേതര കക്ഷികൾക്കാണുള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. इसलिए कोई सवाल ही नहीं पैदा होता कि राज्यसभा में एक बिल भी यूडीएफ और एलडीएफ की मर्जी के बगैर पास हो जाए. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും UDFന്റെയും LDFന്റെയും സമ്മതമില്ലാതെ രാജ്യസഭയിൽ ഒരു ബില്ലും പാസ്സാവുക എന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവർ സമ്മതിച്ചിട്ട് കൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ളത്. तो क्या अब ये सच सामने नहीं आ गया कि सेकुलरिज्म के दावेदार इन पार्टियों ने हमको धोखा दिया, हमारी पीठ पे खंजर घोंपा. നമ്മുടെ മുന്നിൽ മതേതരത്വത്തിന്റെ കുപ്പായം അണിഞ്ഞു വന്നിരിക്കുന്നവരുടെ കാപട്യത്തിന്റെ കപടമുഖം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലേ എന്ന് നിങ്ങളൊന്ന് നോക്ക്. आज फार्मर्स किसान सड़क पे बैठे हैं. राज्यसभा में जिनकी मेजॉरिटी थी, ये चाहते तो किसानों के हक में कानून पास हो सकता था और ये जालिमाना कानून रोका जा सकता. മാസങ്ങളായി ഈ രാജ്യത്തിലെ കർഷകർ, നമുക്ക് അന്നം തരുന്ന കർഷകർ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ആ കർഷക വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിയത് ഇന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് രാജ്യസഭയിൽ ഈ കർഷക വിരുദ്ധ നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത്. എന്നിട്ട് അവർ നമ്മളെ മുന്നിൽ വന്നുകൊണ്ട് മതേതരത്വവും കർഷക സ്നേഹവും പ്രസംഗിക്കുകയാണ്. तो बस आज ये साबित हो गया कि हिंदू राष्ट्र बनाने का काम अकेले आरएसएस नहीं कर रही, बल्कि यूडीएफ में की लीड करने वाली कांग्रेस और सीपीएम भी आरएसएस के साथ खड़े होकर इस देश को हिंदू राष्ट्र की तरफ धकेल रही. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്ന് പറയുന്നത്, ഇന്ന് ഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കുക എന്നത്, RSSന്റെ രാജ്യം സ്ഥാപിക്കുക എന്നത് RSSന്റെ മാത്രം താല്പര്യമല്ല, മറിച്ച് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. लेकिन हमने इस देश को कभी हिंदू मुस्लिम सिख ईसाई राज बनने की कोई कल्पना न पहले कभी की थी, न आज हमारे जहन में ऐसी कोई कल्पना है. നമ്മൾ ഒരിക്കലും ഈ രാജ്യത്തെ കുറിച്ച്, ഈ രാജ്യത്തിലെ ജനങ്ങളെ കുറിച്ച് ഹിന്ദുവും മുസൽമാൻ ക്രിസ്ത്യാനിയും സിഖുകാരനും എന്ന പേരിൽ, മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വിഭജിക്കുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, മുൻപും ഉണ്ടായിട്ടില്ല, അതിപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. अरे 800 साल इस देश में हमने हुकूमत की, एक दिन के लिए भी इसको मुस्लिम राज नहीं बनाया, एक दिन के लिए भी शरीयत को सबके ऊपर नाफिज नहीं किया. एक कम्युनल राइट 800 साल के हमारी तारीख में कोई कम्युनल राइट इस मुल्क में हमने नहीं होने दिया. इंसाफ के साथ हुकूमत की और भारत को भारत रखा, भारत के तमाम लोगों के साथ इंसाफ किया. यह हमारी तारीख है. നിങ്ങൾ ആലോചിക്കുക, 800 കൊല്ലം ഈ രാജ്യം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. 800 കൊല്ലം ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന ഈ മഹത്തായ വിശാല രാജ്യമാക്കി മാറ്റിയത് മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ 800 കൊല്ലത്തിലിടയ്ക്ക് ഒരിക്കൽ പോലും ഹിന്ദുവും മുസൽമാനും തമ്മിൽ അടിച്ചിട്ടില്ല. അവർ തമ്മിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു വന്നത്. हम आज भी ये चाहते हैं कि भारत का जो संविधान है, भारत का जो दस्तूर है, जो शुरू होता है वी द पीपल ऑफ इंडिया के नाम से, वी द मुस्लिम, वी द हिंदू, वी द सिख, वी द क्रिश्चियन नहीं,
वी द पीपल ऑफ इंडिया के नाम से जो संविधान शुरू होता है, हम उस संविधान को इस देश में जिंदा देखना चाहते हैं। അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആദ്യത്തെ അതിന്റെ ആഭിമുഖ്യത്തിൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദുക്കളെയെന്നോ മുസ്ലിങ്ങളെയെന്നോ ക്രിസ്ത്യാനികളെയെന്നോ അല്ല, മറിച്ച് വി ദ പീപ്പിൾ, നാം ഒരൊറ്റ ജനത, ഇന്ത്യക്കാർ എന്നാണ് നമ്മളെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അഭിസംബോധന ചെയ്യുന്നത്. और हम उन ताकतों को मुंह तो जवाब देना चाहते हैं जो इस मुल्क को किसी एक धर्म का राष्ट्र बनाना चाहते हैं. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയേണ്ടതുണ്ട്. ആരാണ് രാജ്യത്തിന്റെ ശത്രു? ഈ രാജ്യത്തെ ഏകശിലാ സംസ്കാരത്തിലേക്ക്, ഏകമത സംസ്കാരത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ നമ്മൾ ആർജവം കാണിക്കേണ്ടതുണ്ട്. मेरे अजीज दोस्तों, आज जब यूडीएफ और एलडीएफ से और सारी सेकुलर पार्टियों से देश की उम्मीदें टूट चुकी हैं, तो देश को एक अल्टरनेटिव पॉलिटिक्स की जरूरत है. ഈ രാജ്യത്തിലെ മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്നവരോട് അവരുടെ മേലുള്ള പ്രതീക്ഷകൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. യുഡിഎഫിനോടും എൽഡിഎഫിനോടും ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ തേടുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു ബദൽ രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്. देश को ऐसी राजनीति की जरूरत है जो एमपी एमएलए बनाने की और सत्ता में बैठे रहने की मशीन न हो. पॉलिटिक्स फॉर कैरियर नहीं, पॉलिटिक्स फॉर कॉज की जरूरत है. ഇന്ത്യ രാജ്യത്തിന് ഇനിയും ആവശ്യമായ രാഷ്ട്രീയം, അത് രാഷ്ട്രീയം എന്നത് തൊഴിലാക്കി കാണുന്നവരെയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആദർശ രാഷ്ട്രീയത്തിനാണ് ഇന്ത്യ രാജ്യത്തിൽ ഇനി അനിവാര്യമായിട്ടുള്ളത്. और एसडीपीआई इस नारे के साथ खड़ी हुई है, पॉलिटिक्स फॉर कॉज नॉट फॉर कैरियर. അതായത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയം തൊഴിലാക്കുക എന്നതല്ല, രാഷ്ട്രീയം ആദർശത്തിന് വേണ്ടിയാണ്. हम इस स्लोगन के साथ खड़े हुए हैं, फ्रीडम फ्रॉम फियर, फ्रीडम फ्रॉम हंगर. ഞങ്ങളുടെ മുദ്രാവാക്യം ഭയത്തിൽ നിന്നുള്ള മോചനം, വിശപ്പിൽ നിന്നുള്ള മോചനം എന്നതാണ്. हर शख्स को खौफ से आजादी, हर शख्स को भूख से आजादी. ഓരോ ഇന്ത്യക്കാരനും ഭയത്തിൽ നിന്നുള്ള മോചനം, ഓരോ ഇന്ത്യക്കാരനും വിശപ്പിൽ നിന്നുള്ള മോചനം എന്നതാണ് ഞങ്ങളുടെ और മുദ്രാവാക്യം. जालिम जो भी हो, जितना बड़ा भी हो, जितना ताकतवर भी हो, एसडीपीआई उस जालिम के सामने सीना तान के खड़े होने को तैयार है. അക്രമി എത്ര വലിയവനായിരുന്നാലും ശരി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ അക്രമിയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് അവരെ എതിരിടാൻ മാത്രം ശക്തമാണ് എന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. इस देश की 20 रियासतों के 300 जिलों में लाखों का कैडर अपनी जानें हथेलियों पे लेके इस मुल्क की आरएसएस के सामने आज सीना सुपर होके खड़ा हो चुका है. ഇന്ത്യ രാജ്യത്തിന്റെ 20 സംസ്ഥാനങ്ങളിൽ 300ഓളം ജില്ലകളിൽ 10,000കണക്കിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർ ഈ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ തയ്യാറായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. हम फांसी के फंदे चूमने को तैयार हैं, हम जेलों में जाने को तैयार हैं, हम एक बार फिर इस मुल्क में अपनी शहादत, अपनी कुर्बानी देने को तैयार हैं, लेकिन मुल्क को बचाएंगे, दस्तूर को बचाएंगे, एकता को बचाएंगे. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ, ഇനിയും ഈ രാജ്യത്തിൽ ഈ കഴിമരങ്ങളിലേറുവാനും, ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളാകുവാനും, ഈ രാജ്യത്തിലെ തെരുവോരങ്ങളിൽ രാജ്യത്തിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടി രക്തസാക്ഷ്യം വഹിക്കുവാനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറാണ് എന്ന് ഈ രാജ്യത്തെ ഞങ്ങൾ സാക്ഷി നിർത്തി പറയുകയാണ്. और आरएसएस ये बात बहुत अच्छे तरीके से जानता है कि इस मुल्क में सिर्फ एक पार्टी है जो उसके लिए चैलेंज है, जो न झुकेगी, न डरेगी और न बिकेगी. ഇത് RSS വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു പ്രസ്ഥാനം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്തത്, ഞങ്ങൾ ഭയപ്പെടാത്തത്, ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് എന്ന് സംഘപരിവാരം RSS അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. और इसलिए हमारे ऊपर उंगली उठाई जाती है, रोजाना टेलीविजन पे हमको गाली दी जाती है, हम पर झूठे इल्जाम लगाए जाते हैं. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നേരെ വിരലുകൾ ചൂണ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ചാനലുകളിൽ നിന്ന് തമ്പുരാക്കന്മാർ ഞങ്ങൾക്ക് നേരെ കള്ള ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്.
कभी ईडी, कभी आईबी, कभी इनकम टैक्स, कभी सीआईडी, कभी एनआईए, सब एसडीपीआई के पीछे लगे हैं कि क्या कर रहे हैं, सिर्फ इसलिए कि हम ही अकेला एक चैलेंज है इस सरकार के लिए। അതുകൊണ്ടാണ് ചിലപ്പോ ഇഡിയുടെ രൂപത്തിൽ, ചിലപ്പോ ഐബിയുടെ രൂപത്തിൽ, ചിലപ്പോ സിബിഐയുടെ രൂപത്തിൽ, ചിലപ്പോ എൻഫോഴ്സ്മെന്റ് ഇൻകം ടാക്സുകാരുടെ രൂപത്തിൽ അങ്ങനെ ആ ഭരണകൂടത്തിന്റെ വ്യത്യസ്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സംഘപരിവാരത്തിനെതിരെ ഒരേ ഒരു പ്രതിരോധം മാത്രമേ ഉള്ളൂ, അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യ രാജ്യത്ത് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. हमने सड़क पर जद्दोजहद की है, सीएए का बिल आया, सब चुप थे, पार्लियामेंट में आरएसएस की हिमायत कर रहा था यूडीएफ और एलडीएफ, लेकिन एसडीपीआई सड़क पे आई और पहले दिन बिल की कॉपी फाड़ के नरेंद्र मोदी के मुंह में। ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഈ രാജ്യത്തെ ജനങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ, നീതി നിഷേധിക്കപ്പെട്ടപ്പോ, അവരുടെ മേൽ സംഘപരിവാരത്തിലെ ദംഷ്ടതകൾ ആർന്നിറങ്ങിയപ്പോ അവിടെയൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സാന്നിധ്യം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുണ്ടായിരുന്നു. മാത്രമല്ല, സിഎഎ ബില്ല് പാസാക്കിയപ്പോ പാർലമെന്റിന് പുറത്ത് അത് ആദ്യമായി ആ ബില്ല് വലിച്ചു കീറി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഉറക്കെ പറയാൻ തന്റെ ഇടം കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനമാണ് എസ്ഡിപിഐ. फिर चाहे बाबरी मस्जिद का मसला हो, सीएए का मसला हो, कश्मीर का मसला हो, लक्षद्वीप का मसला हो, यूएपीए का मसला हो, जो दमनकारी जालिमाना कवानीन है उन सब के खिलाफ एसडीपीआई बिला खौफ मैदान में आई है, सड़क पर आई है, चैलेंज किया है आरएसएस को. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ മുഴുവൻ പൈശാചിക നിയമങ്ങൾക്കുമെതിരെ ഞങ്ങൾ തെരുവിലുണ്ടായത്. അത് സിഎയുടെ വിഷയമായിരുന്നാലും, മുത്തലാഖ് ബില്ലായിരുന്നാലും, കാശ്മീർ പ്രശ്നമായിരുന്നാലും, അതുപോലെ തന്നെ രാജ്യത്തെ ഭരണകൂട ഭീകരതയുടെ ഏതൊക്കെ സാധ്യതകളെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. और इसलिए आज इस बात की जरूरत है कि वो लोकसभा जो गूंगी हो चुकी है, जुल्म के सामने बोलती नहीं है, अमित शाह के झूठ के सामने बोलती नहीं है, उस लोकसभा को एक आवाज चाहिए कि जो पूरी ताकत और पूरी शिद्दत से अमित शाह और नरेंद्र मोदी जैसे लोगों की आंखों में आंखें डाल के उनके सामने खड़े होके उन्हें बोल सके, उनको चैलेंज कर सके, मिस्टर अमित शाह झूठ बोल रहे हो और तुम्हारे झूठ को सारे देश के सामने एक्सपोज करें. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായ ശബ്ദം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഏതാണ് ആ ശബ്ദം? ഈ രാജ്യത്തിന് വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും നിരവധി കളവുകൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോ ആ കള്ളത്തരങ്ങള് പാർലമെന്റിന്റെ അകത്ത് പൊളിച്ചെടുക്കിക്കൊണ്ട് നിങ്ങൾ കളവ് പറയുകയാണ്, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ വഞ്ചകരാണ്, നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, നിങ്ങൾ അക്രമികളാണ് എന്ന് തന്റെ ഇടത്തോടുകൂടി അമിത്ഷായുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ഒരു ശബ്ദം അത് പാർലമെന്റിൽ ഉയരുക തന്നെ വേണം. आज देश में लोकसभा और राज्यसभा के 800 सांसदों में किसी की ये जुर्रत अभी तक नहीं हुई है कि अमित शाह जब पार्लियामेंट में झूठ बोलते हैं, नरेंद्र मोदी जब पार्लियामेंट में झूठ बोलते हैं तो खड़े हो के उनसे कह सके कि तुम मिस्टर प्राइम मिनिस्टर, तुम मिस्टर होम मिनिस्टर, तुम झूठ बोल रहे हो. यह हिम्मत अभी तक किसी की नहीं हुई. ഈ പാർലമെന്റിലുള്ള 800 ചില്ലാനം വരുന്ന മെമ്പർമാരിൽ ഒരാൾ പോലും അമിത്ഷാ പച്ച കളവുകൾ എഴുന്നള്ളിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരുത്തരും പറയുന്നില്ല, അമിത്ഷാ നിങ്ങൾ കളവ് പറയുകയാണ്, മോദി നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് പറയാൻ ആർജവമുള്ള ഒരാൾ പോലും ഇന്ന് പാർലമെന്റിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. मल्लापुरम के लोगों की खुशकिस्मती है कि ये मौका आज आपको मिला है कि आप लोकसभा को वो आवाज दे कि जो नाराए हक बन के मोदी और अमित शाह के कानों में गूंज सके. അതുകൊണ്ട് തന്നെ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിലെ സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശബ്ദമുയർത്തുവാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. आज सारा देश मल्लापुरम की तरफ देख रहा है, उम्मीद की नजरों से, होप के साथ, इस यकीन के साथ कि मल्लापुरम की एक तारीख है, इनकलाब की तारीख, तहरीक की तारीख, हक की तारीख, सच के साथ खड़े होने की तारीख.
അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ മലപ്പുറം പാർലമെന്റിലേക്ക് ഉറ്റുനോക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് സത്യത്തിനും നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ളതാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കാരണം മലപ്പുറത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അനീതിയോട് കോംപ്രമൈസ് ഇല്ലാത്ത, അക്രമത്തോട് സഹകരണമില്ലാത്ത, ഇരുട്ടിന്റെ ശക്തികളോട് സഹകരിക്കാത്ത, അവരെ വെച്ചുപുറപ്പിക്കാത്ത ഒരു പാരമ്പര്യമാണ് മലപ്പുറത്തിനുള്ളത്. ആ പാരമ്പര്യം നിങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. 1921 का मोपला रिबेलियन हो या 1948 में कायदे मिल्लत इस्माइल साहब का नारे हक हो, ये आप थे, आपके लोग थे, आपका इनकलाबी खून था जिसने क्रांति बपा करके देश को एक लीडरशिप फराहम की. 1921 ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാവട്ടെ, 1948 ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി, അടിസ്ഥാന വർഗത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി നമ്മളെ വിളിച്ചപ്പോൾ ആ നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ട ഒരു സമൂഹമാണ് നിങ്ങൾ മലപ്പുറത്തുകാർ. നിങ്ങളുടെ കരുത്താണ് ഇന്ത്യ രാജ്യത്തിന് ദിശാബോധം നൽകിയത്. നിങ്ങളുടെ രാഷ്ട്രീയ ദിശാബോധമാണ് ഇന്ത്യ രാജ്യത്തിന് കരുത്ത് നൽകിയത്. അതുകൊണ്ട് ആ ശബ്ദം, ആ പാരമ്പര്യം, ആ ചരിത്രം നിങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ വിചാരിക്കുന്നത്. मल्लापुरम का गांव गांव, शहर शहर, गली गली मोपला शहीदों के मजारों से भरा पड़ा है, जो इस बात का सबूत है कि मल्लापुरम जब हक के साथ खड़ा होता है तो जान की परवाह नहीं करता और बातिल को दबा के दम लेता है. ഈ മലപ്പുറം ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലുമുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ, വിപ്ലവ നായകന്മാരുടെ ബക്കബറകൾ നമ്മോട് വിളിച്ചു പറയുന്നത് മലപ്പുറം ഒരിക്കലും അക്രമം വെച്ചുപുറപ്പിക്കുകയില്ല. ഈ രാജ്യത്തിനെ വിഭജിക്കുവാനുള്ള ദുഷ്ടശക്തികളുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കുകയില്ല. ഈ ചരിത്രം നമ്മോട് പറയുന്നത് ഈ രാജ്യത്തിന്റെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിന്. ആ മലപ്പുറത്തെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ത്യ രാജ്യം നോക്കിക്കാണുന്നത്. और इसीलिए इसी तारीख की वजह से आज सारा देश अगर आपकी तरफ देख रहा है तो इसलिए देख रहा है कि वो जानता है कि हक के साथ अगर आप खड़े हुए तो फतह भी आपकी होगी और सारे देश का सर फख्र से बुलंद होगा. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധർമ്മത്തിനോടൊപ്പം നിൽക്കുന്ന, നീതിയോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ നീതിബോധത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. ആ പ്രതീക്ഷ നിങ്ങൾ അവരെ നിരാശപ്പെടുത്തുകയില്ല എന്ന് ഈ രാജ്യത്തിലെ കോടിക്കണക്കിനായ മനുഷ്യർ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ധർമ്മത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. आज भारत की लोकसभा को एक बार फिर एक इस्माइल साहब की जरूरत है, एक सेठ साहब की जरूरत है, एक बरात वाला साहब की जरूरत है. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ വീണ്ടും ഒരു ഇസ്മായിൽ സാഹിബിന്റെയും ഒരു ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെയും ഒരു ബരാത്ത് വാലയുടെയും ഒക്കെ ആവശ്യം അനിവാര്യമായി വന്നിരിക്കുന്നു. लोकसभा को कोई शायर, कोई गवैया नहीं चाहिए, एक इनकलाबी चाहिए. ലോകസഭയിൽ ഒരു കവിതാ പാരായണ മത്സരമല്ല നടക്കുന്നത്. അവിടെ കവിയല്ല ആവശ്യമുള്ളത്, അവിടെ വിപ്ലവ വീര്യമുള്ളവരാണ് വേണ്ടത്. അവിടെ വിപ്ലവമാണ് ഉയരേണ്ടത്. 1000 साल की तारीख के सबसे खराब दौर से, सबसे मुश्किल दौर से भारत गुजर रहा है. 1000 ആണ്ടുകൾക്ക് ശേഷം ഇന്ത്യ രാജ്യം ഏറ്റവും പ്രതിലോമകരമായ, ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. और देश को एक बार फिर कुर्बानी की जरूरत है. ഇന്ത്യ രാജ്യം വീണ്ടും ഒരു ത്യാഗ സന്നദ്ധതയുടെ സാഹചര്യം അനിവാര്യമായിരിക്കുന്നു. उस कुर्बानी का नुक्ता-ए आगाज, उसका इनिशियल पॉइंट एक बार फिर मल्लापुरम को बनने का मौका मिल रहा है. ആ വിപ്ലവത്തിന്റെ, ആ മോചനത്തിന്റെ കാഹളം ഈ മലപ്പുറത്ത് നിന്ന് മുഴങ്ങണമെന്നാണ്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. मैं आपसे दरखास्त करता हूं, मैं आपसे अपील करता हूं, अपनी तारीख को दोहराइए. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്, ആ ചരിത്രത്തെ, ആ പാരമ്പര്യത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കണം. मल्लापुरम की तहरीकों को एक बार फिर जिंदा कीजिए. ഈ മലപ്പുറത്തിന്റെ പോരാട്ട വീര്യത്തെ നിങ്ങൾ ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കണം. मल्लापुरम के शहीदों को एक बार फिर खराज
अकीदत पेश कीजिए। അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് രക്തസാക്ഷികളായവരുടെ ആ പാരമ്പര്യത്തെ നിങ്ങൾ ഒന്നുകൂടി പുനർജീവിപ്പിക്കണം. और 21वीं सदी में एक बार फिर नए सिरे से तारीख लिखने का काम आप बल्लापुरम के ഈ 21-ാം നൂറ്റാണ്ടിൽ ചരിത്രം എഴുതുവാനുള്ള ആ ദൗത്യം മലപ്പുറത്തിന്റെ മണ്ണുകളിൽ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. और 6 अप्रैल को ये मौका आपको मिल जाएगा। एसडीपीआई ने आपके सामने एक अल्टरनेटिव पेश किया है। അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം ആവശ്യമായി വന്നിരിക്കുന്നു. ആ ബദൽ രാഷ്ട്രീയത്തിന് ശക്തി പകരുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിട്ടുള്ളത് ഈ ഏപ്രിൽ 6-ാം തീയതിയാണ്. 20 साल से हमने किसी इख्तिदार से शिकस्त नहीं खाई है। ഈ 20 കൊല്ലമായി ഞങ്ങൾ ഒരു ഭരണകൂടത്തോടും ഞങ്ങൾ സന്ധി ചെയ്തിട്ടില്ല. 5 प्राइम मिनिस्टर्स के सामने कलमा हक बुलंद किया है। 5 ഭരണാധികാരികളുടെ പ്രധാനമന്ത്രിമാരുടെ മുന്നിൽ സത്യത്തിന് വേണ്ടി വാദിച്ച ആളാണ് ഞാൻ. नरसिम्हा राव हो, अटल बिहारी वाजपेयी हो, सोनिया गांधी हो या मनमोहन सिंह हो, सबके मुंह दर मुंह बैठ के उनको जालिम हम कह कर आए। അതുകൊണ്ട് തന്നെ നരസിംഹറാവു ആവട്ടെ, സോണിയാഗാന്ധി ആവട്ടെ, രാജീവ് ഗാന്ധി ആവട്ടെ, ആരുടെ മുന്നിലും നിങ്ങൾ അക്രമം കാണിച്ചപ്പോ അക്രമിയാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുവാൻ ഞാൻ ആർജവം കാണിച്ചിട്ടുണ്ട്. हमने इख्तिदार के सामने सर नहीं झुकाया, ഭരണകൂടത്തിന്റെ മുന്നിൽ ഞാൻ തലകുനിച്ചിട്ടില്ല. कंप्रोमाइज नहीं किया किसी से, ഞാൻ ആരോടും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. उम्मत की बका की खातिर, उम्मत की फलाह की खातिर जब जो कुर्बानी देने की जरूरत पेश आई, हमने कुर्बानियां दी हैं। ഈ സമുദായത്തിൽ ഒരു സംരക്ഷണത്തിന്റെ, ഒരു ശബ്ദത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ, മോചനത്തിന്റെ, വിപ്ലവത്തിന്റെ ഒരു കാഹളം മുഴക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാൻ അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. एमपी और एमएलए बनने का शौक नहीं है। हम 2004 में एमपी बन सकते थे, मिनिस्टर बन सकते थे। എനിക്ക് എംഎൽഎയും എം പി ആകാനുള്ള അധികാരമോഹമില്ല. അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ 2004-ൽ തന്നെ എനിക്കതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. आज अगर कोई शौक है तो कलमा हक सालिम हुक्मरां के मुंह पे अदा करने का जुनून है। അത് ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്റെ സത്യത്തിലുള്ള എന്റെ വിശ്വാസത്തെ, ധർമ്മത്തോടുള്ള എന്റെ പ്രതിബദ്ധതയെ, ന്യായത്തോടുള്ള എന്റെ കടപ്പാടിന് ഈ ശക്തികൾക്ക് മുന്നിൽ പണയം വെക്കാൻ തയ്യാറായാൽ ഇന്നും എനിക്ക് അവസരം ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. मल्लापुरम से उठा हुआ एसडीपीआई का नुमाइंदा नरेंद्र मोदी और अमित शाह की आंखों में आंखें डाल के उनको सच बताने की जुर्रत करना चाहता है। അതുകൊണ്ട് തന്നെ ഈ മലപ്പുറത്ത് നിന്ന് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലെത്തി ഈ രാജ്യത്തിന്റെ അക്രമിയായ ഭരണാധികാരിക്ക് മുന്നിൽ അവരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരണം. जो लड़ाई सड़क पे लड़ रहे हैं वो लड़ाई अब संसद में लड़ना चाहते हैं। ഇന്ന് ഞങ്ങൾ തെരുവിൽ നേരിടുന്ന ഈ പോരാട്ടം, നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, അത് അധികാരത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ നടത്തുവാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരണം. और मैं ये उम्मीद करता हूं कि आपका गर्म खून, मल्लापुरम के लोगों का गर्म खून एक बार फिर अब जोश भरेगा और इस मुल्क के लोगों पर वो एहसान करेगा जो आपने बार बार किया है। അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ വിപ്ലവ വീര്യമുള്ള ആ രക്തത്തിന്റെ ചൂട് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കിരണങ്ങളും ആശയും അവർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് നിങ്ങൾ ചിലകുമുറപ്പിക്കുമെന്ന്, നിങ്ങളുടെ ചുടുരക്തം കൊണ്ട് നിങ്ങൾ അതിന് സാക്ഷ്യം നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं आपसे अपील करता हूं कि मुल्क को इस मुसीबत से निजात दिलाने के लिए गरीबों को, मजदूरों को, किसानों को, अकलियतों को, दलितों को, शेड्यूल कास्ट को इंसाफ दिलाने के लिए आप इनिशिएटिव लीजिए और एसडीपीआई को 6 अप्रैल को जिता के लोकसभा में भेजिए। അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ രാജ്യത്തിൽ അടിച്ചമർത്തപ്പെട്ട ദലിത്, പിന്നാക്ക, ആദിവാസികളടക്കമുള്ള അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കുവാൻ എസ്ഡിപിഐയുടെ പ്രതിനിധി എന്ന നിലക്ക് എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് നിങ്ങളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. मैं आपको यकीन दिलाता हूं कि आप अपनी तारीख को एक बार फिर जिंदा देखेंगे और आप देखेंगे कि जो मल्लापुरम पिछले 15-20 साल से खामोश हो गया था, वो मल्लापुरम
फिर बोल रहा है और सारा देश उस मल्लापुरम को सुन रहा है। അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, നിങ്ങളുടെ പഴയ പാരമ്പര്യം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യവും ലോകവും ഈ മലപ്പുറത്തേക്ക് ഉറ്റുനോക്കുന്നത് പോലെ ഇത് ഞാൻ ഈ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഈ രാജ്യവും ലോകവും മലപ്പുറത്തിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തയച്ചാൽ. कतरी का मेरा चुनाव चिन्ह है और मैं आपको यकीन दिलाना चाहता हूं कि इसी कतरिका से आरएसएस, बीजेपी, मोदी, मोहन भागवत, अमित शाह के जो आसमानों में उड़ने वाले ये लोग हैं, इनके पर कतर के इनको जमीन पे लाकर फेंक देने का काम हम करेंगे। അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ചിഹ്നം, എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കത്രികയാണ്. ആ കത്രിക ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ അടിവേററുത്ത് അവരെ വിരാജിക്കുന്ന ഉന്നത സിംഹാസനങ്ങളിൽ നിന്ന് അവരെ വലിച്ച് താഴെയിടുവാൻ ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. बहुत अदब के साथ एक बार फिर मैं आपसे ये दरखास्त बहुत दर्दमंदी, बड़े दर्द के साथ करता हूं कि देश को बचा लीजिए, पार्लियामेंट को बचा लीजिए, मजदूरों को, किसानों को बचा लीजिए, अपने भाइयों को बचा लीजिए और एक बार इस बार एसडीपीआई को कतरिका के चिन्ह पर बटन दबा के लोकसभा में भेज दीजिए। ये सारा देश आपका एहसानमंद रहेगा। ഞാൻ വളരെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ഈ അവസരം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം. അടിച്ചമർത്തപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ശബ്ദമാവാൻ, അവരുടെ മോചനത്തിന്റെ മന്ത്രമാവാൻ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കത്രിക അടയാളത്തിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച് ഈ രാജ്യത്തിന് പുതിയ ദിശാബോധത്തിന്റെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാവണമെന്ന് നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मैं आपको ये भी यकीन दिलाता हूं कि आने वाली मौर्रिख जब देश में अल्टरनेटिव पॉलिटिक्स की तारीख लिखेगा तो ये जरूर लिखेगा कि वो अल्टरनेटिव पॉलिटिक्स एसडीपीआई ने क्रिएट की थी और एसडीपीआई का पहला नुमाइंदा मल्लापुरम से उठ के गया था। ये आने वाली तारीख में एक बार फिर मल्लापुरम को जिंदा रहेगी। इस उम्मीद के साथ आपसे इजाजत चाहता हूं। अस्सलाम वालेकुम रहमतुल्लाह व मा अलैना इल्लल बलाग। അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ വരുന്ന രാഷ്ട്രീയ ഭാവിയിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ബദൽ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അതിന് നേതൃത്വം കൊടുക്കുക. അങ്ങനെ ഈ രാജ്യത്തിന്റെ ദിശാബോധം, പുതിയ ദിശാബോധം നൽകുന്ന ബദൽ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഈ മലപ്പുറത്ത് നിന്ന് ആദ്യമായി എസ്ഡിപിഐയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ഏറ്റവും മഹത്തരമായ കർമ്മം ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ആ അഭിമാനത്തോടുകൂടി ഞങ്ങളെ ഓർക്കുന്ന, നിങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കത്രിക അടയാളത്തിൽ വോട്ടുകൾ നൽകി ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോടുകൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് എസ്ഡിപിഐ. അസ്സലാമു അലൈക്കും.